ഹലോ മോളെ. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ വിളിച്ചത്. എന്താ മോളെ? എന്റെ സന്ദീപിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം ഞാൻ നമ്മുടെ വീട്ടിൽ പറയാൻ പോവാ. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ എല്ലാവരും കൂടി എന്നെ ക്രിമിനലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. നീരെടുത്തി ഇവിടെ എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിച്ചോണ്ടിരിക്കുക. നീ പേടിക്കണ്ട, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ പേരില് നീ അതവിടെ ആരോടും പറയുകയും വേണ്ട. എന്താ, നിനക്ക് ചേച്ചിയെ വിശ്വാസമില്ലേ? വിശ്വാസത്തിന്റെ കാര്യമല്ല ചേച്ചി, എനിക്ക് ശരിക്കും പേടിയായതുകൊണ്ടാ. ഞാൻ പറഞ്ഞില്ലേ, നീ പേടിക്കണ്ട. ഞാൻ എല്ലാം സച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. നീ അവന്റെ ഒരു ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം വേഗം അയക്ക്. ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ഇനി എന്ത് വന്നാലും ശരി, നീ സന്ദീപിന്റെ കൂടെ ജീവിക്കൂ. അത് ഞാൻ നിനക്ക് തന്ന വാക്കാ. നീ വേഗം ഫോട്ടോ അയക്ക്. ഉടനെ നമുക്ക് അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. താൻ നല്ലൊരു രസികൻ തന്നെ കേട്ടോ. താങ്ക് യു സർ. നല്ല കോമഡി. സത്യം പറഞ്ഞ ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും ഇത്രയും ചിരിച്ചിട്ടില്ല. സത്യം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. ഉറപ്പായും വരണം. അല്ല, അജയന്റെ വീട് എവിടെയാ? കുറച്ച് ദൂരെയാ. ആ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലാരുമില്ല സർ. ആരുമില്ലേ? അച്ഛനും അമ്മയൊക്കെ? അവരൊക്കെ പണ്ടേ മരിച്ചുപോയി. മരം മുറിക്കുന്ന ജോലിയായിരുന്നു എൻ്റെ അച്ഛന്. ഒരു ദിവസം അച്ഛനില്ലാത്ത നേരം നോക്കി തടി കോൺട്രാക്ടർ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ അമ്മയെ ശല്യം ചെയ്ത കോൺട്രാക്ടറെ എൻ്റെ അച്ഛൻ ഒറ്റ വെട്ടിന് കൊന്നു. കോടതി തൂക്കിലേറ്റിയ അച്ഛൻ്റെ ശവശരീരം എൻ്റെ ഈ കൈകൊണ്ട് വാങ്ങുമ്പോൾ എൻ്റെ 10ാമത്തെ പിറന്നാളായിരുന്നു. ഇത് ഞാൻ എവിടെയോ. വർഷങ്ങൾ കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് അമ്മയെ ദഹിപ്പിച്ചിട്ട് ഞാൻ നാടുവിട്ടു. അന്നൊരു നേരത്തെ ആഹാരം തന്നത് പൗരപ്രമാണിമാരോ നാട്ടുകാരോ ഒന്നുമല്ല, തെരുവിൽ അലയുന്നൊരു ഭ്രാന്തി തള്ളയാ. അതിന്റെ സ്മരണയിൽ ഞാൻ എല്ലാ വർഷവും അന്നദാനം നടത്തുമായിരുന്നു. യെസ്, ഐ എം ഔട്ട് സ്പോക്കൺ. ഇതേതോ സിനിമയില്. അതേ കുട്ടി, ഓരോ സിനിമയും ഓരോ മനുഷ്യന്റെ അർത്ഥവത്തായ കഥകളല്ലേ. അങ്കിൾ എന്റെ വീട്ടുകാരെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ അല്പം കാട് കയറിപ്പോയി. സോറി അങ്കിളെ. ഇറ്റ്സ് ഓക്കെ. അജയന് മറ്റാരും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു വിവാഹമൊക്കെ കഴിച്ചൂടെ? കഴിക്കണം. ആരായാലും എനിക്കൊക്കെയാണ്. സാരമില്ല മോനെ, ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ തുണയുണ്ടാവും. അതാങ്കിൾ എന്റെയും പ്രതീക്ഷ. അതുകൊണ്ടാ കിട്ടുന്ന സമയമൊക്കെ എല്ലാവരും ചിരിപ്പിച്ച് സ്നേഹിച്ചു ഞാൻ സമയം ചെലവഴിക്കുന്നത്. മറ്റൊന്നും ഓർക്കണ്ടല്ലോ.
നമസ്കാരം. ഞാനിവിടുത്തെ അവന്തിക മേഡത്തിനെ ഒന്ന് കാണാൻ വന്നത്. അച്ഛൻ ഇതെന്തിനാന്നറിയോ? എന്റെ അറിവോ അനുവാദമോ ഇല്ലാതെ ഇവിടെ കയറി വന്നതിന്. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച ഇതായിരിക്കില്ല ശിക്ഷ. സ്നേഹ, നേരത്തെ അവന്തികേടത്തെ കാണാമെന്ന ആളെവിടെ? അവന്തി കേട്ടതി അയാളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയല്ലോ. അയാൾ എന്തൊരു മനുഷ്യനാ, ഒരുമാതിരി സംസാരവും നോട്ടോ, വൃത്തികെട്ടവൻ. നിനക്ക് കാശിന് ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഇവിടേക്കല്ല കയറി വരേണ്ടത്. ആ അർച്ചനയ്ക്കോ സന്ദീപിനോ നിന്നെ മനസ്സിലായ അതോടെ തീർന്നുവല്ല. ആ സന്ദീപെങ്ങാനും കണ്ടാലേ അന്നത്തെ ബാക്കി നിനക്ക് കിട്ടും. ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ എന്റെ ആൾക്കാരെ വിളിച്ച് പറയേ. ഇനി ഒരിക്കൽ കൂടി നിന്നെ ഈ മുറ്റത്ത് കണ്ട ഈ കോലത്തിൽ നീ പുറത്തേക്ക് പോയില്ല, കേട്ടല്ലോ? ഏതൊരാളുടെ ജീവിതത്തിലും പശ്ചാത്താപം തോന്നുകയും അതിൽ കുറ്റബോധം കണ്ടെത്തുകയും നല്ലപോലെ ജീവിക്കാൻ ഒരു അവസരം വേണമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ വരും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ തോന്നിയ നിമിഷം ഇന്ന്. അവന്തികയ്ക്ക് അർച്ചനെ പോലെ ഈ വീട്ടിൽ ജീവിക്കാൻ ഇപ്പോൾ ഒരാഗ്രഹമുണ്ട്. എന്നാ ഇപ്പൊ പൊക്കോ, വൈകിട്ട് എവിടെയെങ്കിലും വെച്ച് കാണാം. ഓരോരോ തലവേദനകളെ ഓഫീസ് കാര്യം പറയാൻ വീട്ടിൽ വന്നേക്കുന്നു. ഇയാള് നമ്മുടെ ഓഫീസിൽ സ്റ്റാഫാണോ? ഏയ്, ഓഫീസ് സ്റ്റാഫ് അല്ല. നമ്മുടെ കമ്പനിയിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ജോലിക്ക് കയറിയതാ. ഫൈനാൻസ് മുടക്കം വരുമ്പോ കസ്റ്റമറെ വരട്ടാനും വണ്ടി തിരികെ കൊണ്ടുവരാനും ഒക്കെ നിൽക്കുന്നതാ. ആള് ചെറിയൊരു ക്രിമിനൽ കൂടിയാ, അതല്ല ഞാൻ വേഗം ഒഴിവാക്കി വിട്ടത്. അർച്ചന വാ. അവന്റെ പേര് അജയൻ എന്നാണോ? എന്താ അല്ലേ? അങ്ങനെ എന്തോ പേരാണ്, എനിക്കും വ്യക്തമായിട്ട് അറിയില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളെന്തിനാ ഇവന്മാരുടെ പേരും ജാതകമൊക്കെ ഓർത്തു വെക്കുന്നേ? എനിക്ക് ഓർത്തല്ലേ പറ്റൂ, കാരണം എന്റെ അനിയത്തി വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ. അവന്റെ പേരും ജാതകവും ബാക്കി കാര്യങ്ങളും ഒക്കെ എന്നെക്കാളും നന്നായി അവന്തികേടത്തേക്ക് അറിയായിരിക്കുമല്ലോ. കാരണം ഇപ്പൊ പോയവനും എന്റെ ആതിരയായിട്ടുള്ള വിവാഹത്തിന്റെ ഇടനിലക്കാരി ഏട്ടത്തിയല്ലേ. ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല,
ഈ അജയൻ എന്ന് പറയുന്നവൻ ആതിരയോട് പറഞ്ഞത് തന്നെയാ ഇത്. എന്താ അങ്ങനെയല്ലേ? ആ അതെ, ഞാൻ മുന്നും പിന്നും നോക്കാതെ ജീവിച്ചിരുന്ന ആ ഇരുണ്ട കാലത്ത് ചെയ്ത കുറെ തെറ്റുകളിലൊന്നാ ഇത്. ഞാൻ ആലോചിക്കുന്നതും ചെയ്യുന്നതുമാണ് ശരിയെന്ന തോന്നലും വിശ്വാസത്തിലും ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഇവന് ഞാൻ കുറെ പണവും സ്ത്രീധനവും കൊടുക്കാന്ന് പറഞ്ഞത് സന്ദീപിന്റെ ആതിരയുടെയും വിവാഹം മുടക്കാൻ ഞാൻ ചെയ്തൊരു തെറ്റായിരുന്നു. പണ്ട് ചെയ്ത പല തെറ്റുകളും ഇപ്പോഴും എന്നെ വേട്ടയാടുന്നുണ്ട്, മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. തന്നിഷ്ടത്തിന് ജീവിച്ചും പ്രത്യാഘാതം എന്തെന്നറിയാതെ ഓരോന്ന് ചെയ്തതിനും ഈശ്വരൻ തിരിച്ചു തരുന്ന ശിക്ഷ ഇതൊക്കെ. എന്നെപ്പോലെ ഒരാൾ പെട്ടെന്ന് മനസ്സ് മാറി പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ മുൻപ് ചെയ്ത പ്രവൃത്തികളൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കും. വീണ്ടും പഴയ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മളെ പ്രേരിപ്പിക്കും. പക്ഷെ ഇനി എന്ത് പ്രലോഭനം ഉണ്ടായാലും ശരി, അവന്തികയായിട്ട് വഴിയിൽ ഉപേക്ഷിച്ച ആ പഴയ ജീവിതവും സ്വഭാവവും ഒരിക്കലും തിരിച്ചുകൊണ്ടുവരില്ല. ഇപ്പോഴാണ് ഞാൻ മനസ്സമാധാനമായി ജീവിക്കുന്നത്. ആ സമാധാനം എൻ്റെ ജീവിതത്തിൽ ഉടനീളം വേണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി എന്ത് പ്രതിസന്ധി വന്നാലും പഴയ അഴുക്കുചാലിലേക്ക് അവന്തിക പോവില്ല, അതുറപ്പാ. ഒരു ദിവസം കൊണ്ട് അവന്തിക മാറിയെന്ന് അർച്ചനയ്ക്ക് തോന്നുന്നുണ്ട്. ഇത് അവന്തികയുടെ ഒരു ട്രാപ്പാണ്. അവള് വേറെന്തോ മനസ്സിൽ കണ്ടിട്ട് ഈ പുതിയ മുഖംമൂടി എടുത്ത് അണിഞ്ഞിരിക്കുന്നത്. അപ്പോ ഡോക്ടർ അബ്ദുൽ ഖാദർ പറഞ്ഞത് ശരിയാ, അവന്തിക മാറിയിട്ടില്ല. മാറിയെന്ന് അഭിനയിച്ച് വിശ്വസിപ്പിക്കുക. എന്തായാലും ഇതെവിടം വരെ പോകും നോക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം അങ്ങോട്ടിനി എന്ത് വേണമെന്ന്. എടുത്ത് എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അതെ, എനിക്ക് അർച്ചനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. കുറച്ച് ഗൗരവമായ കാര്യമായതുകൊണ്ടാ മാറി നിൽക്കാന്ന് കരുതിയത്. എന്താ? പറയാം. ഞാനും നീയും ഈ വീട്ടിലെ മരുമക്കളാ എന്ന് പറഞ്ഞാ തുല്യ യോഗ്യത ഉള്ളവർ. സ്ഥാനം കൊണ്ട് ഞാനാണ് മൂത്തതെങ്കിലും എന്നെ കൊണ്ടാവാത്ത പല കാര്യങ്ങളും അർച്ചനയിലൂടെ നടത്തണമെന്നുണ്ട് എനിക്ക്. അതിലേറ്റവും പ്രധാനം നെല്ലിശ്ശേരി കുടുംബത്തിന് ഒരു അവകാശം കൊടുക്കാന്നുള്ളതാ. അതിനി അർച്ചനയ്ക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാവുമ്പോൾ ഇനിയും വെച്ച് താമസിപ്പിക്കണ്ടെന്നാ എൻ്റെ ഒരു അഭിപ്രായം. എടുത്തി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്നായാലും നിങ്ങൾക്കൊരു കുഞ്ഞു വേണം. അത് നല്ല പ്രായത്തിൽ തന്നെ ആവുന്നതാ നല്ലത്. അച്ഛൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ആവശ്യം. നിനക്കറിയാലോ അച്ഛൻ്റെ അവസ്ഥ. പല തെറ്റുകളും ഞാൻ അദ്ദേഹത്തോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെയുള്ള പ്രായശ്ചിത്തമായി അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനും കൂടെ വേണ്ടിയാ ഞാനിപ്പോൾ ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാ ഞാനിപ്പോൾ അർച്ചനോട് പറഞ്ഞ ഈ ആവശ്യം. ഈ മുറ്റത്ത് ഒരു കുഞ്ഞിക്കാൽ ഓടുന്നത് കാണാനും മുത്തശ്ശ എന്നുള്ളൊരു വിളിക്ക് വിളി കേൾക്കാനും ആ പാവം വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്.
അതിന് ഈ സച്ചിയോടും കൂടി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം. ഒരു വലിയ തെറ്റിനും കൂടി എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ആതിരയോട് ചെയ്ത തെറ്റാ. കുഞ്ഞായിരുന്നപ്പോ കളിപ്പാട്ടത്തിന് കരഞ്ഞ അതേ പിടിവാശി ജീവനുള്ള സന്ദീപിന്റെ വിഷയത്തിലും അവള് കാണിച്ചപ്പോ രക്തബന്ധത്തിന്റെ ആഗ്രഹത്തിനപ്പുറം സന്ദീപിന്റെ ആതിരയുടെ സ്നേഹം ഞാൻ കണ്ടില്ല. ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും ആതിരയെ ഞാൻ സന്ദീപിൽ നിന്നും അകറ്റാൻ നോക്കി. വലിയ തെറ്റാ ഞാൻ ചെയ്തത്. ഇങ്ങനെയെങ്കിലും സന്ദീപിനെ അനഘയ്ക്ക് കൊടുക്കണമെന്നല്ലാതെ മറ്റൊന്നും എന്റെ മുന്നിലില്ലായിരുന്നു. ഞാൻ ചെയ്തതിൻ്റെയൊക്കെ പ്രായശ്ചിത്തമായി സന്ദീപിനെ കൊണ്ട് ആതിരെ നമുക്ക് വിവാഹം കഴിപ്പിക്കണം. അനൂപിന്റെ അസുഖമൊക്കെ ഭേദമായിട്ട് നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. നിന്നോടും നിന്റെ കുടുംബത്തോടും ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളുടെയും പാപനിവൃത്തിയാണ് ആതിരയ്ക്ക് ഈ കുടുംബത്തിൽ സുരക്ഷിതമായൊരു ജീവിതം. അനഘയെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോധിപ്പിച്ചോളാം. അച്ഛനങ്ങനെ പറഞ്ഞെന്ന് വെച്ച് താനെന്തിനെങ്ങനെ വിഷമിക്കുന്നത്? സന്ദീപിന്റെ അച്ഛനും എന്റെ ഏട്ടനും പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരതുപോലെ നടത്താൻ ശ്രമിക്കും. ആ ശ്രമത്തിനിടയിലൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിഷമം ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ നമ്മളെ മനസ്സിലാക്കുന്ന ചുരുക്കം ചിലരേ ഉള്ളൂ. അതിരാ, താൻ പറയുന്നൊക്കെ തന്റെ വെറും ഊഹാപോഹങ്ങളാണ്. നമ്മൾ സ്നേഹിച്ചു, നമ്മുടെ വിവാഹം കഴിയുകയും ചെയ്തു. അതിന്റെ മുകളിലല്ലോ ഇതൊന്നും. ഇനി ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചെന്ന് പറഞ്ഞാലും തന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി കാണിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇനിയും താലി മറച്ചു വെച്ച് ഞാൻ എത്ര നാൾ കാത്തിരിക്കണം? ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ചിട്ടും എത്ര നാളെ രണ്ടിടത്ത് താമസിക്കണം? അതിനൊരു കാലാവധി പറയാൻ പറ്റുമോ സന്ദീപിന്? യാതൊരു അന്തവും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ എങ്ങനെയാ? താൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. വേറെ നിവൃത്തിയില്ലാതെ വന്നാൽ തന്നെയും കൊണ്ട് ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് പോകും. ഇഷ്ടപ്പെട്ടതും താലി കെട്ടിയതുമല്ല സ്വന്തമാക്കാമെന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നാവുമ്പോൾ ഒരു തരത്തിലും ഞാൻ തന്നെ വിട്ടുപോകില്ല. താനിങ്ങനെ സംശയത്തോടെ ജീവിച്ച സമാധാനപരമായി ഇതിന് നമുക്കൊരു തീർപ്പുണ്ടാക്കാൻ പറ്റില്ല എന്ന ബോധ്യം തനിക്കുണ്ടായാൽ മതി. ചുറ്റും നടക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളാവുമ്പോ എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനല്ലേ പറ്റൂ. അവിടെ ഒരു അനഘയും ഇവിടെ ഒരു അജയനും മനുഷ്യന്റെ ഉള്ള സമാധാനം കളയാൻ. താൻ ധൈര്യമായിട്ടിരിക്കണോ? നമ്മൾ സ്നേഹിച്ചിരുന്ന കാലത്ത് നമ്മളെ തമ്മിൽ പിരിക്കാൻ പലരും ശ്രമിച്ചു. എന്നിട്ട് നമ്മൾ പിരിഞ്ഞോ? ഇല്ല. പിന്നെയാണ് ഇപ്പൊ വിവാഹം കഴിഞ്ഞതിന് ശേഷം. ഇതൊക്കെ എനിക്കും അറിയാമെങ്കിലും നമ്മളെ വേറൊരാളിനോടൊപ്പം ചേർത്ത് പറയുന്ന പോലും എനിക്ക് പലപ്പോഴും താങ്ങാൻ പറ്റുന്നില്ല സന്ദീപേ. സന്ദീപ് ആതിര എന്നല്ലാതെ മറ്റൊരു പേരിനോടൊപ്പം നമ്മുടെ പേര് നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല, അത് തനിക്കെന്നല്ല എനിക്കും. അത് മറ്റൊരാളോടൊപ്പോ മറ്റൊരു പേരിനോടൊപ്പോ ചേർത്ത് വെക്കേണ്ടതല്ല നമ്മുടെ പേരും നമ്മളും. താനിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഉടനെ ഞാൻ വന്ന് കൊണ്ടുപോകും നെല്ലിശ്ശേരിക്ക്. എന്താ പോരെ? ആ അജയൻ എന്ന് പറയുന്നവന്റെ ശല്യം ഓരോ ദിവസം കഴിയുന്നോറും കൂടി കൂടി വരിക. അത് നമുക്ക് ഉടനെ ശരിയാക്കാം. അല്ല, സന്ദീപ് വഴക്കിനൊന്നും പോകണ്ട. എന്ത് വഴക്ക്? എല്ലാം നമുക്ക് ശരിയാക്കാടോ. ഞാൻ ധൈര്യമായിട്ടിരിക്കെ. അയ്യോ, ഞാൻ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ ഇറങ്ങിയത്. ഞാൻ പോട്ടെ. താവാ,
തന്നെ ഞാൻ ഓട്ടോ എടുത്ത സ്ഥലത്ത് വിടാം. കേറട്ടെ? കയറി.